ഓക്കെ, ഞങ്ങൾക്ക് ബിസിനസ് ഇഷ്ടമായി, എല്ലാ കാര്യങ്ങളും ഇഷ്ടമായി. കുറച്ച് കൺസേൺസ് നമുക്ക് അറിയിക്കാനുണ്ട്. അതും കൂടി നിങ്ങൾക്ക് അത് പ്രാക്ടിക്കൽ ആക്കാൻ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ഇവിടെ ഒരു അഡ്വാൻസ് നിങ്ങൾക്ക് തന്നിട്ട് നമുക്ക് ഇത് ഡീല് ഉറപ്പിക്കാം. ഓക്കെ, ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ മിസ്റ്റർ ഷാജി പാപ്പനാണ് ഏൽപ്പിച്ചത്. ഇതിൽ ഷാജി ഇതിന്റെ എല്ലാ കാര്യങ്ങളും ടേക്ക് ഓവർ ചെയ്തിട്ട് നടത്തിക്കോ. നിങ്ങൾക്ക് എന്താ ആവശ്യമുണ്ടെങ്കിൽ ഷാജിനെ കോൺടാക്ട് ചെയ്യും. ഷാജിക്ക് ഉള്ള കൺസേൺസ് എല്ലാം പറഞ്ഞോളൂ. വാസനോട് പറഞ്ഞത് സംസാരിക്കാം. നമ്മുടെ ഫസ്റ്റ് കൺസേൺ എന്ന് പറയുന്നത് ഇവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന്റെ വെൽഫെയർ ആണ്. ഓക്കെ, ഇപ്പം ഐ തിങ്ക് നിങ്ങൾ യൂസ് ചെയ്യുന്നത് പഴയ മോഡൽ ട്രക്സ് ഒക്കെയാണ്. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ ഹൈലി അഡ്വാൻസ്ഡ് വെഹിക്കിൾസ് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് അതിലോട്ടൊന്ന് അപ്ഗ്രേഡ് ചെയ്യേണ്ടി വരും. ഇൻവെസ്റ്റ്മെന്റ് കൺസേൺസ് പറഞ്ഞിട്ട് നിങ്ങൾ അത് ഓക്കെ ആണോ, നിങ്ങൾ അത് വില്ലിംഗ് ആണോ എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഫാക്ടറി ഐ തിങ്ക് ഇപ്പൊ ഇത് കുറച്ച് കൺജസ്റ്റഡ് ഫീൽ ആണ്. ഇപ്പൊ നമ്മുടെ ഒബിയസ്ലി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ നിങ്ങൾക്ക് പ്രൊഡക്ഷൻ സൈഡ് ആയാലും കുറച്ചുകൂടെ എന്താണ് പറയാ കുറച്ചുകൂടെ വലുതാക്കേണ്ടി വരും. ഒരു കാര്യം ഷാജി പാപ്പൻ, ഞങ്ങൾ പറയുന്നത് ചെവി കൊണ്ട് തന്നെ അല്ലേ? അല്ല, ഞാൻ അതാണ് ചോദിക്കുന്നത്. ഇവിടെ തന്നെ ആണോ നിങ്ങൾ ഇത് റീബിൽഡ് ചെയ്യാൻ പറയണതാണ് ശരിക്കും ഞങ്ങളുടെ എക്സ്പാൻഡ് ചെയ്യേണ്ട പ്ലാൻസ്? അതിലെനിക്ക് ഡൗട്ട് ഉള്ളത് ഇവിടെ തന്നെ ആണോ ബിൽഡ് ചെയ്യുന്നത്, അല്ല ഞങ്ങൾ കുറച്ചും കൂടി ഐഡിയൽ ആയിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ലൊക്കേഷനിലാണ് നോക്കുന്നത്. അതിന് വേണം നമുക്ക് മിസ്റ്റർ ഹെൽപ്പ് വേണം. കാരണം റിയൽ എസ്റ്റേറ്റ് ഏരിയ അതല്ല കേസ്, നിങ്ങളുടെ ഹെൽപ്പ് അതിൽ നമുക്ക് ആവശ്യമുണ്ട്. റിയൽ എസ്റ്റേറ്റ് നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറെ അതെ, ഇതിന് ഐഡിയൽ ആയിട്ടുള്ള സ്പേസും സ്ഥലവും നിങ്ങൾ തന്നാ മതി. ശരിയാക്കാം. ഓക്കെ, ഇതാണ് കൺസെപ്റ്റ്. പിന്നെ നമുക്ക് എവിടേക്ക് എന്തൊക്കെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഫീൽ ചെയ്തിട്ടുണ്ട്. നമുക്കത് ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾക്ക് തോന്നിയ ഡൗട്ട് മിസ്റ്റർ വാസുവിന്റെ പി അല്ലേ കൺമണി? അതെ, അല്ല അതെ ആണോ? ഇപ്പോഴേ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പന്റെ ഹിയറിംഗ് എയ്ഡ് എന്റെ കയ്യിലിരിക്കണം. അത് പോക്കറ്റിൽ എടുത്ത് അത് വെച്ചേ ആൾക്ക് കറക്റ്റായിട്ട് ഹിയറിംഗ് എയ്ഡ് വെച്ചില്ല കേൾക്കില്ല ചില സമയത്ത്. അതാണ് മിസ്റ്റർ വാസു വന്നപ്പം കൺമണി ചൂണ്ടിക്കാട്ടിട്ട് ചോദിച്ചു ഇതാരാണെന്ന്. അപ്പം വാസു കൺമണിയോട് നമ്മൾ സംസാരിച്ചപ്പോ ഏകദേശം 5 years ആയിട്ട് ഈ കമ്പനിയിൽ പി ആയിട്ട് വർക്ക് ചെയ്യുന്നു. അല്ലല്ല, കൺമണിയല്ല ഞാൻ ചോദിച്ചത്. ഞാൻ പെട്ടെന്ന് എനിക്ക് അവിടെ നിന്ന് കണ്ടപ്പോ ഈ മേഡത്തിനെ രണ്ടുപേരുടെയും ഏകദേശം മുടിയുടെ കളർ ഇതെല്ലാം ലുക്സ് ഒക്കെ സെയിം ആയിട്ട് തോന്നിട്ടോ. എനിക്ക് മുടിയുടെ കളറിലെ ലുക്സ് ഒക്കെ സെയിം ആയിട്ട് തോന്നി. അപ്പൊ ഇത് കൺമണിയാണോ? ഞാൻ പെട്ടെന്ന് ഇപ്പൊ എക്സാമ്പിൾ ഞാൻ പറയാണ്, ഇതിപ്പോ കൺമണിയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ കൺമണിയെ ഞങ്ങൾ തമ്മിൽ നല്ല ആ ഒരു ബന്ധം ഇതൊക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് ഞാൻ കൺമണിയെ എടാ പോടാതൊക്കെ വിളിക്കാറുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് കയറി പുള്ളിക്കാരിയെ ഞാൻ അങ്ങനെ വിളിച്ചാൽ നിങ്ങളുടെ കൂട്ടത്തിൽ വന്ന ഒരാളെ ഞാൻ അങ്ങനെ വിളിച്ചാൽ ബാഡായിട്ട് ഫീൽ ചെയ്യില്ലേ? അതുകൊണ്ട് അത് കൺഫേം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ആരാ എന്ന് എടുത്ത് ചോദിച്ചത്. ആക്ച്വലി ഈ ഇടയ്ക്കിടയ്ക്ക് കൺമണി ഒരു 1 CR ചെക്കിന്റെ കാര്യം പറഞ്ഞു, അതെന്താണ്? ഈ 1 CR ചെക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്താ പറ്റിപ്പോയെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ ടാക്സും ബാക്കി കാര്യങ്ങളും എല്ലാം കൊടുത്ത സമയത്ത് നമ്മളൊരു ചെക്ക് കൊടുത്തത് ബൗൺസ് ആയി പോയായിരുന്നു. സോ കമ്പനിയുടെ പേരിൽ നമ്മളൊരു അക്കൗണ്ട് ഉണ്ട്, അതുപോലെ എൻ്റെ പേഴ്സണൽ അക്കൗണ്ടും ഉണ്ടായിരുന്നു. സോ ഈ മണിയുടെ ആ ഒരു വർഷം നമുക്ക് വിളവെടുപ്പ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അതുകൊണ്ട് പുറം രാജ്യത്തോട്ട് അയച്ച് കുറച്ച് ഫണ്ടിൽ ഈ പറയണതുപോലെ എൻ്റെ അക്കൗണ്ടിൽ കുറെ കമ്പനി അക്കൗണ്ടിൽ ഒരുപാട് ഫണ്ട് വന്നപ്പം അത് എൻ്റെ അക്കൗണ്ടിലോട്ട് മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ ഞാൻ കൊടുത്ത 1 CR ഈ 1 CR ചെക്ക് കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്നായിരുന്നു. ഈ സാധനം കൊണ്ടുവന്ന് ചെക്ക് കൊണ്ട് സബ്മിറ്റ് ചെയ്തപ്പോൾ അത് മടങ്ങിപ്പോയി. സോ എനിക്ക് അത് പേ ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അക്കൗണ്ട് ഇതുവരെയും അവർ ഇതാക്കി തന്നിട്ടില്ല. സോ എല്ലാം എൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ തന്നെ കിടക്കുന്നത്. അപ്പോൾ കുറച്ച് നാള് കൺമണി ലീവും ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ തിരിച്ചു വരുമ്പോൾ കൊടുക്കണം എന്നുള്ളൊരു രീതിയിൽ പറഞ്ഞു. അതാണ് ഈ 1 CR കേസ്. വേറൊരു കാര്യം കൂടെ ഉണ്ട്, പക്ഷെ അത് നിങ്ങളുടെയൊക്കെ ഡിസ്ക്ലോസ് ചെയ്യാം ഞാൻ. അത് നമ്മൾ വാസ്മൻ അത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവത്തില്ല വാസ്മൻ. എല്ലാം ഓപ്പൺ ആയിട്ട് ഞാൻ പറയാം. അതായത് വാസ്മന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ 1 കോടിയുടെ ചെക്ക് നമ്മൾ കൊടുത്തത് കൺമണിയുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതാ പറഞ്ഞ വാസ്മനെ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി കൺമണിയുടെ അമ്മ ഇന്നിപ്പോ നമ്മുടെ കൂടെ ഇല്ല. ആ കുട്ടിക്ക് അതൊരു ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി. അത് ആ ഒറ്റ കാരണം കൊണ്ട് അവളുടെ മാനസിക നില മുഴുവൻ തെറ്റി.
സോ സോറി. ആക്ച്വലി ഇപ്പം പുള്ളിക്കാരി ഞാൻ നേരത്തെ അല്ല എന്ന് പറഞ്ഞതിന്റെ ഒരു കാരണം ആക്ച്വലി ഷീസ് നോട്ട് എ PA എനിമോർ. പക്ഷേ കാരണം ഇത്രയും വലിയൊരു കമ്പനി അത് മാനസികമായി ഇതില്ലാത്തൊരു കുട്ടിയെ നമുക്ക് ഏൽപ്പിക്കാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് അല്ല. പക്ഷേ പുള്ളിക്കാരുടെ ഡോക്ടർ, അതായത് പുള്ളിക്കാരുടെ ട്രീറ്റ്മെന്റ് എല്ലാം വാസുമോനാണ് നോക്കുന്നത്. ഡോക്ടർ ജാംസിംഗ്. പുള്ളിയുടെ എന്താണ് പറയാ, പുള്ളിയുടെ ഒരു ഇതാണ്, പുള്ളി തന്ന ഒരു സജഷനാണ്. പുള്ളിക്കാരുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ആക്ച്വലി ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. പുള്ളിക്ക് ആ വർക്കിംഗ് ഒരു എൻവയോൺമെന്റ് പോലെ തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് അതൊരു ബെറ്റർമെന്റിന് വേണ്ടിയിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആവുന്ന ഡോക്ടർ പറഞ്ഞതുകൊണ്ടാണ് മെയിൻ ആയിട്ടൊരു. ഇല്ല, ഞാനത് വേണ്ടെന്ന് വിചാരിച്ച് ഞാൻ കുറെ കാര്യങ്ങൾ പറയാണ്ടാന്ന് വിചാരിച്ചു. നിങ്ങൾ ഇത്രയും ട്രാൻസ്പെറന്റ് ആയ സ്ഥിതിക്ക് ഞങ്ങളും തിരിച്ച് അങ്ങനെ തന്നെ നിൽക്കണമല്ലോ എന്നുള്ള ഒരു ഒറ്റ കൺസേണിലാണ് ഇത് ഞാൻ. പക്ഷെ എനിക്കിത് പറയാൻ പാപ്പൻ പിന്നെ പറഞ്ഞുകൊണ്ട് ഞങ്ങളടുത്ത് പറഞ്ഞു കുറെ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് കൈമാറാനുണ്ട്, വെയിറ്റ് ചെയ്യണം, നമ്പർ ചോദിച്ചു. ഞാൻ ചോദിച്ചു എന്താണ് കാര്യം. ഞാൻ പറയണെന്ന് പറഞ്ഞ കേജ്, ഇപ്പൊ കേജിന് തോന്നുന്നുണ്ടോ എക്സാമ്പിൾ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ വരുന്ന ദിവസം എനിക്ക് ഈസി ആയിട്ട് ഈ കൺമണിയെ ഹൈഡ് ചെയ്തുകൂടായിരുന്നു, അല്ലെങ്കിൽ ഇവിടെ വരല്ലെന്ന് പറഞ്ഞായിരുന്നു, അല്ലെങ്കിൽ എല്ലാം പിടിച്ചോണ്ട് പോയി ഏതെങ്കിലും റൂമിലിട്ട് അടച്ചാൽ പോരായിരുന്നോ? അത്രയും ചിന്തിച്ചാൽ മതി കേജ്. പക്ഷെ ഞാൻ എന്തുകൊണ്ട് ഇവിടെ നിർത്തി? പുള്ളിക്കാരി ഇപ്പം ആക്ച്വലി വി ആർ സോറി. നമുക്കൊരു സംശയം തോന്നി, അതുകൊണ്ട് ജസ്റ്റ് ആസ്ക് ചെയ്തത്. അതല്ല, വേറൊന്നും കൊണ്ടല്ല. പുള്ളിക്കാരി ഗാന്ധിജി കഴിക്കുന്ന ഫോട്ടോ കയ്യിലുണ്ട്. സുഭാഷ് ചന്ദ്രബോസിനാണ് നമ്മള് സാധനം കൊടുത്തത്. പിന്നെ അങ്ങനെ ആ ഒരു സർക്കിൾ അവളുടെ കുറെ നാൾ അങ്ങനെ കറങ്ങി നമ്മുടെ പ്രോഡക്റ്റ്. പിന്നീട് നമ്മൾ ഇത് റീബ്രാൻഡ് ചെയ്ത് ഇറക്കുന്നത് ഈ ഒരു സമയത്താണെന്നേ ഉള്ളൂ. ഓക്കെ ഓക്കെ. കാര്യങ്ങൾ. അതെ അതെ. അപ്പൊ ഒരുപാട് ചെക്കുകൾ നമുക്ക് ക്ലിയർ ചെയ്യാനുണ്ടല്ലേ വാസ്മനെ? അപ്പൊ നമ്മളങ്ങനെ ചെക്കുകൾ ഒരു സൈഡിൽ ക്ലിയർ ചെയ്ത് വരുവാണ്. നിങ്ങൾക്ക് ഒരു കൺസേൺ ഉണ്ടോ? എവിടെയാണ് നിങ്ങളുടെ ഫാക്ടറി വരേണ്ടതായിട്ട് എന്തെങ്കിലും കൺസേൺ ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒരു കൺസേൺ നമുക്കില്ല ആക്ച്വലി. അത് നമുക്ക് കുറച്ച്, ഞാൻ പറഞ്ഞില്ലേ, എല്ലാത്തിനുള്ള ഫെസിലിറ്റി ഉണ്ടാവണം. കടലിനോട് ചേർന്നതാണെങ്കിൽ കുറച്ച് വലിയ ഉപകാരമായിരിക്കും. അതെ, ഷിപ്പിംഗ് നമുക്ക് അതെ, ട്രാവൽ എക്സ്പെൻസ് കുറയും. ഇവിടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിച്ചില്ലേ ഇത്രയും ചെറിയ ഇതിനകത്ത് എന്താണ് ചെയ്യണമെന്ന്. ഇവിടെ ഞങ്ങൾക്ക് രണ്ട് ഉപകാരമുണ്ട്. ഒന്ന്, തൊട്ടടുത്ത് ഇവിടെ അടുത്ത് തന്നെ എയർപോർട്ട് ഉണ്ട്, ഇവിടെ തന്നെ ഷിപ്പ് യാർഡും ഉണ്ട്, എല്ലാം അടുത്തായതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കാര്യങ്ങൾ മാനേജ് ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു ലൊക്കേഷൻ വേണമെന്നേ ഉള്ളൂ, കുറച്ചും കൂടി വിപുലീകരിച്ച ഇത്. പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ആ സ്കൂൾ ഇരിക്കുന്ന സ്ഥലം അണ്ടി ഫാക്ടറിക്ക് പറ്റിയൊരു സ്ഥലമാണ്. എനിക്കറിയാം. അതിലൊരു ഇതുണ്ട്, അത് നമ്മള് എന്റെ അപ്പൂപ്പന്റെ മുതുകുന്റെ അച്ഛന്റെ ഇത് കിട്ടിയ സ്ഥലമാണത്. ഐ തിങ്ക് പണ്ട് നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന രാജാവ് എഴുതിയ കാര്യമില്ലേ അതില്? ഈ വണ്ടി ഓടിക്കാൻ കേട്ടോ? അല്ല, പണ്ടെന്തോ രാജാവ് എന്തോ. അതെ അതെ അതെ, എന്റെ മുതുമുത്തച്ഛന്റെ അച്ഛന് പാട്ടത്തിന് ഇതായിട്ട് കൊടുത്തത്, എഴുതി കൊടുത്തിരുന്നത് ആണത്. മുന്നാധാരം അത് അങ്ങനെ പോകും. നമുക്ക് ഈ കാര്യം ഒരു വക്കിൽ എത്തിച്ചു വെച്ചത് അതിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, എന്തായാലും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് നമ്മൾ ഈ ഡീൽ ഉറപ്പിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടില്ല. എന്താണ് നിങ്ങൾ ഫെർട്ടിലൈസറായിട്ട് യൂസ് ചെയ്യുന്നത്? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, ലൈക്ക് നിങ്ങള് റെഡി ആവുമ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ ട്രേഡ് സീക്രട്ടും ബാക്കി കാര്യങ്ങളും പറയാം. അല്ലാതെ നമുക്ക് ഒരു എഗ്രിമെന്റ് ഇന്നത്തെ ദിവസം അഡ്വാൻസ് വേണ്ട. നമുക്ക് ഇവിടെ ആക്ച്വലി ഈ അഡ്വാൻസ് വാങ്ങിക്കാൻ പറ്റൂലല്ലോ, നമുക്ക് അപ്പുറത്ത് പോണല്ലോ. ദുർഗാഷ്ടമിയാണ്, അതുകൊണ്ട് ഇന്ന് കാശ് കൈമാറാൻ പാടില്ല. അല്ല, നമ്മൾ സാധാരണ ഒരു ബിസിനസ് ഡീലിന് പോയി കഴിഞ്ഞാൽ സെറ്റ് ചെയ്തിട്ട് പോകാറാണ് പതിവ്. കേസ് നമുക്ക് കുറച്ച് അന്ധവിശ്വാസമുള്ള കൂട്ടത്തിലാണ് കേസ്, നിങ്ങളത് മനസ്സിലാക്കണം. അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞുതരാം, നമ്മളൊരു നല്ലൊരു കാര്യം തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെയാണ്. നമ്മളിപ്പോ എന്താ പറയാ, നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മളിപ്പോ നമ്മുടെ കൈ കൊണ്ട് നല്ലൊരു സമയത്ത് അത് കൃത്യമായ എല്ലാത്തിനും ഒരു പോസിറ്റീവ് എനർജി വേണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ഇപ്പോൾ നമ്മുടെ ചുറ്റും നിൽക്കുന്നതിൽ നെഗറ്റീവ് നെഗറ്റീവ് എനർജി അങ്ങനെ നെഗറ്റീവ് എനർജി നമുക്ക് ചുറ്റും ഇല്ലല്ലേ വാസുട്ടി? അതെ 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 വാസുട്ടി ഞാൻ മുമ്പേ വന്നപ്പോഴേ പറഞ്ഞില്ലേ, ഞാൻ എന്റെ ഇവിടുത്തെ എല്ലാ സ്റ്റാഫ്സിനും എല്ലാവർക്കും ഈ ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞില്ലേ, അവർക്കൊരു നല്ല എൻവയോൺമെന്റ്, നല്ല അറ്റ്മോസ്ഫിയർ, അതാണ് എന്റെ ഈ ഒരു സ്ഥാപനത്തിന്റെ എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി തന്നെ അതാണ്. ഓക്കെ, അത് നല്ല കാര്യമാണ്. അപ്പൊ പിന്നെ എങ്ങനെയാ ഇതിന്റെ ഞാൻ താങ്കളുടെ PA-ക്ക് കുറച്ച് ഫോട്ടോസും കൂടെ അയച്ചിട്ടുണ്ടായിരുന്നേ, ആണോ? ചെക്ക് ചെയ്യാൻ പറഞ്ഞേക്കണേ. അതൊക്കെ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്യണം മിസ്റ്റർ എക്സ് പ്ലീസ്. കിട്ടിയില്ലേ? എനിക്ക് കിട്ടിയിട്ടുണ്ട്. തന്നെ മിസ്റ്റർ വാസു, അപ്പൊ ഏത് ഡേ ആണ് നമ്മളൊരു ബിസിനസ് ഡീൽ ഫിക്സ് ചെയ്യാനായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഗ്യാങ് ഹൗസിൽ വെച്ച് തന്നെ കാണാം. ഓക്കെ, ശരി. അല്ല വാസവ, ഇതൊരു ബിസിനസ് ഇല്ലേ, നമുക്ക് ലെറ്റ്സ് മീറ്റ് സംവെയർ എൽസ് ആൻഡ് വേണമെങ്കിൽ നമുക്കൊരു ഡ്രിങ്ക്സ് ഒക്കെ കൂടെ ആയിക്കോട്ടെ. ഞങ്ങളൊരു കാര്യം ചെയ്യാം. ഞങ്ങൾക്ക് പുറത്ത് വരുന്നതിൽ ലിമിറ്റേഷൻസ് ഉണ്ട് കേജിന്, ഞങ്ങൾക്കല്ല കേജിന്. ഇപ്പൊ കേജിന്റെ തന്നെ ഒരു പാർട്ടി ഹൗസ് അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്കൊരു പാർട്ടി അറേഞ്ച് ചെയ്യാം. ഓക്കെ, വരുന്നവരുടെ ലിസ്റ്റ് ഒന്ന് നേരത്തെ നമ്മുടെ ഗാർഡ്സിൽ നിന്ന് അറിയിക്കണം. വേറൊരു കാര്യം കൂടെ വേറൊരു കാര്യം കൂടെ എനിക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാല്, ഇതിപ്പം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് വേണ്ടുന്നത് ഒരു 800 CR അടുപ്പിച്ചാണ്. 100 CR നമുക്ക് നമ്മുടെ കമ്പനി ബാക്കപ്പ് ഉണ്ട്. ആക്ച്വലി മിസ്റ്റർ വാസു, നമ്മൾ പറഞ്ഞ കൺസേൺ ഒക്കെ അനുസരിച്ച് നിങ്ങൾ റീകോട്ട് ചെയ്തോളൂ. നിങ്ങൾ റീകോട്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ടത് ക്വാളിറ്റി ഉള്ള, അതായത് നമുക്കിത് മൊത്തത്തിൽ റീകോട്ട് ചെയ്യേണ്ടി വരും. ഇവര് പറഞ്ഞ കൺസേൺ വെച്ചിട്ട് നമുക്ക് ട്രക്കുകള്, സ്ഥലം, ഏരിയ അപ്പൊ എല്ലാം മാറ്റുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറയുന്ന 800 CR ചിലപ്പോൾ തീർന്നില്ലെന്ന് വരാം. നമുക്ക് ഒരു കാര്യം ചെയ്യാം, അടുത്തൊരു സിറ്റിംഗില് നമുക്ക് അതിനെപ്പറ്റി കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ആയിക്കോട്ടെ. അത് ശരിയാണ്. നിങ്ങൾ പറഞ്ഞ രീതിയിൽ കൺസേൺസിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറച്ച് ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ തന്നെ നിങ്ങളുടെ കൺസേണിൽ ഞങ്ങൾ ഉദ്ദേശിച്ച ഇൻഫ്രാസ്ട്രക്ചറും നിങ്ങൾ ഉദ്ദേശിച്ച ഇൻഫ്രാസ്ട്രക്ചറും രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. പിന്നെ അതുപോലെ വെഹിക്കിൾസ്, ബാക്കി നമ്മുടെ അമ്യൂണിറ്റീസ്, ബാക്കി കാര്യങ്ങൾ, ഈ വർക്കേഴ്സിന്റെ എൻവയോൺമെന്റ് എല്ലാം കൂടി കൺസിഡർ ചെയ്യുമ്പോൾ മേ ബി ബഡ്ജറ്റ് ഇനിയും ഇൻക്രീസ് ആവാം. അതെ, ഇപ്പം നിങ്ങൾ പറഞ്ഞപ്പോഴാണ് എനിക്ക് വലിയൊരു ഇത് വാസ്തവത്തിൽ നമുക്ക് കുറച്ചും കൂടെ എന്താണ് പറയാ, സേഫ്റ്റി, വർക്കേഴ്സിന്റെ സേഫ്റ്റി, അത് മാത്രമല്ല നമ്മുടെ കൺസ്യൂമേഴ്സിന്റെ സേഫ്റ്റിയും കൂടെ കൺസിഡർ ചെയ്തിട്ട് ഇടത്തൊട്ട് വർക്കേഴ്സ് ഫാക്ടറിക്ക് അകത്തോട്ട് കയറുന്നതിന് മുന്നേ ഒരു ഡീസാനിറ്റൈസേഷൻ ചെയ്തിട്ട് വേണം അവരെ അകത്തോട്ട് കയറ്റാൻ. അത് മാത്രമല്ല അങ്ങനത്തെ ഒരു മിനിറ്റ് അപ്പൊ ഈ ലോഡ് ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ. ഓക്കെ, രണ്ടു ബോളും പറഞ്ഞു. അവള് വീണ്ടും വന്ന് അവിടെ നിക്കുന്നത് നീയൊക്കെ കണ്ടില്ലല്ലേ? ഈ കണ്ണാപ്പിക്കൊന്നും കഴിവില്ലാന്ന് കരയിപ്പിക്കാൻ. ഞാൻ പറഞ്ഞ പിന്നെ കേസാവും, അതുകൊണ്ട് പിന്നെ ഒന്നും പറയാം. നിനക്ക് പറ്റിയില്ലല്ലേ? അവള് വീണ്ടും വന്ന് അവിടെ നിക്കുന്നത് കണ്ടാ? അവള് മറ്റേ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് എന്നെ 5-6 ഇടി ഇടിച്ചാണ് ഇവിടെ വന്നിട്ട് അവസാനം തോക്കൊക്കെ എടുക്കുന്ന സീനായപ്പോ പിന്നെ അന്നാ കുറച്ച് നീക്കി വെക്കണം. ഫയർ പോലീസിന്റെ സാധനം അടിച്ചോല്ല. ലാഗെന്നോ? എന്ത് ലാഗ് തോന്നെങ്കിൽ ബ്രോ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ പറഞ്ഞോളൂ. മിസ്റ്റർ വാസു, അപ്പൊ അല്ല നമ്മള് ഏറ്റവും മുഖ്യമായിട്ടൊരു കാര്യം ഡിസ്കസ് ചെയ്യില്ല. ഇപ്പൊ നിങ്ങളൊരു ഇതിന്റെ പ്രോഫിറ്റ് ഷെയറിങ് നിങ്ങൾ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ആക്ച്വലി ഇതിന്റെ പ്രോഫിറ്റ് ഷെയറിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് വാസ്മൻ പറഞ്ഞോളൂ. എന്റെ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടുണ്ട് ഇതില്. സോ ഈ ഒരു ബ്രാൻഡ് ശരിക്കും പറഞ്ഞാൽ ഫോറിൻ മാർക്കറ്റിലും നമ്മുടെ മാർക്കറ്റിലെ കാര്യം ഞാൻ പറയണില്ല, ഫോറിൻ മാർക്കറ്റിൽ ഇതിനുള്ള ഇപ്പോൾ ഉള്ള ഡിമാൻഡും അതുപോലെ തന്നെ ഇതിന്റെ ക്വാളിറ്റിയും എനിക്ക് നന്നായിട്ട് അറിയാം. സോ നോട്ട് റെഡി ഫോർ എ 50-50 പാർട്ട്ണർഷിപ്പ്, ബട്ട് ഞാൻ ഇത്രയും നാൾ ഉണ്ടാക്കിയെടുത്തൊരു ട്രേഡ് മാർക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് വാല്യൂ ഉണ്ട്. ആ ബ്രാൻഡ് വാല്യൂവിൽ എനിക്കൊരു റെസ്പെക്ട് കിട്ടണം. സോ ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരു 60-40 ആണ്. 60-40. ആക്ച്വലി ശരിയാണ് നിങ്ങൾ പറഞ്ഞത് തെറ്റി വേണ്ട, 70-30 ആണ്. ആക്ച്വലി 70 ഞങ്ങൾക്ക് 30 നിങ്ങൾക്ക്. അല്ലല്ല, വൈസ് വർസ. 60-40 നല്ലൊരു ഡീലായിരുന്നു. അല്ല കേജ്, അതല്ല. ഇതിൽ ഒരുപാട് കഷ്ടപ്പാടുകളും വാസുമോന്റെ ഒരുപാട് നാളത്തെ ഉറക്കമില്ലായ്മ, ഒരുപാട് അതിലൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിപ്പം ഒരു ഹ്യൂജ് എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആക്ച്വലി അത് റിട്ടേൺ ബാക്ക് എടുക്കാനുള്ള ടൈം ഫ്രെയിം
ഇങ്ങനെ കുറെ കാര്യങ്ങൾ. പിന്നെ ഇതൊരു ഇത് നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ലേ മിസ്റ്റർ ഷാജി പാപ്പൻ? നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഉടനെ റിട്ടേൺ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുതല്ലോ. ഇതിപ്പോ നമ്മളിപ്പോ ഒരു ലോൺ ഷാർക്കിനൊക്കെ പോയി ലോൺ അല്ലല്ലോ വാങ്ങുന്നത്. ഇത്ര നാളുകളിൽ നിങ്ങൾക്ക് റിട്ടേൺ തരാം. നമ്മൾ ഇത്ര ഹൂജർ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ഒരു ഷെയർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നമുക്കൂടെ കുറച്ചുകൂടെ പ്രോഫിറ്റബിൾ ആയിരിക്കണ്ടേ? അതായത് കേസ് നിങ്ങൾ അല്ല മിസ്റ്റർ ഷാജി പാപ്പൻ, നിങ്ങൾ പറയുന്ന കൺസേൺസ് നമ്മൾ അഡ്രസ് ചെയ്ത് ഇത്രയും വിപുലീകരിച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റും ഹ്യൂജ് ആയിരിക്കും. സോ അതിന്റെ ഒരു 30% ചങ്ക് എന്ന് പറയുന്നത് ഒട്ടും കുറവായിരിക്കില്ല. ആക്ച്വലി ഈ ഒരു ഞാൻ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ പറയുന്നത് പോലെ ഞാനിപ്പോ പറഞ്ഞു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം 60-40 എന്ന് നിങ്ങൾ പറയുന്ന ഡീൽ നമ്മൾ എഗ്രി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 60 ഉള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ വർക്കിംഗ് എൻവയോൺമെന്റിൽ നമുക്കൊരു മടുപ്പ് വന്നു. 60 ഉള്ളൂ. അപ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മുടെ ഒരു മാസത്തെ പ്രോഫിറ്റ് ചിലപ്പോൾ 100 കോടി ആയിരിക്കും. അതിലെ ഒരു 40% പറയാൻ 40 കോടി വരുമായിരിക്കും നിങ്ങൾക്ക് കൂടിപ്പോയാൽ. പക്ഷെ അതേസമയം നിങ്ങൾ നമുക്ക് 70 തരുമ്പോൾ 70 ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ജാം എന്ന് പറഞ്ഞ് വർക്ക് ചെയ്തിട്ട് ആ മാസത്തെ പ്രോഫിറ്റ് 1000 കോടി ആയി കഴിഞ്ഞാൽ അതിന്റെ 30% എന്ന് പറയുന്നത് 300 കോടിയാണ്. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന 40 കോടിനെക്കാട്ടിലും ഓൾമോസ്റ്റ് 8-9 ഇരട്ടി. ചിന്തിക്കാൻ പറ്റണേ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആക്ച്വലി നിങ്ങളുടെ പ്രോഫിറ്റ് അങ്ങ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ടോ? എത്ര കോടികൾ കൂടുതൽ നിങ്ങൾക്ക് സമ്പാദിക്കാമെന്ന്? നിങ്ങളൊരു 80 ആക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലപോലെ നമ്മൾ ഓക്കെ ആണോ? അപ്പൊ 70ന്റെ വർക്ക് എടുത്താൽ മതി. 70ന്റെ വർക്കോ? 100% നമ്മള് മീൻസ് അതല്ല പറഞ്ഞത്. 100% നമ്മൾ വർക്ക് ചെയ്യും. പിന്നെ വർക്ക് ചെയ്യാതിരിക്കും നമ്മള്. പിന്നെ എല്ലാതരം പണിയെടുപ്പിക്കുന്നില്ലേ? ഓക്കെ അല്ലേ വാസമാരെ? നമ്മുടെ സൈഡിൽ നിന്ന് മാക്സിമം എഫേർട്സ് നമ്മുടെ സൈഡിൽ നിന്ന് എന്തായാലും ഉണ്ടാവും. ആൻഡ് ഇതൊരു വെറുതെ ഒരു ഇതിന്റെ പുറത്ത് തുടങ്ങിയതല്ല. സോ നിങ്ങളിപ്പോ നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. നിങ്ങളിവിടെ സംസാരിക്കുന്ന സമയത്താണെങ്കിൽ പോലും അവിടുത്തെ വർക്ക്സുകളൊന്നും ഇപ്പോഴും അത് എംപ്ലോയീസ് അല്ല, അതെല്ലാം നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരാ. അവരാരും എംപ്ലോയീസ് അല്ല, അതൊക്കെ എന്റെ കുടുംബത്തിലുള്ള ആൾക്കാരാണ്. നിങ്ങളൊന്ന് വരുന്നോന്ന് പറഞ്ഞാൽ നല്ലൊരു ദിവസം ആയതുകൊണ്ട് അവരെ കൂടെ ബാക്കി വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് എല്ലാം ഇതാണ്. ഈ വർക്ക് അവര് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 24/7 ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാൾക്കാരല്ല, ഇവർക്ക് ഇപ്പൊ ഷിഫ്റ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. സോ ഇപ്പൊ കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് അവർ മാറും. ലേഡി സ്റ്റാഫ്സിന് നമ്മൾ കുറച്ചും കൂടി ടൈം കുറച്ച് കൊടുത്തിട്ടുണ്ട്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറെ നാളായിട്ട് ഇവിടെ നിൽക്കുന്ന വർക്കേഴ്സാണ്. അപ്പോൾ പുതിയതായിട്ട് വന്ന ആൾക്കാർക്ക് ഇപ്പൊ ഷിഫ്റ്റ് അനുസരിച്ചാണ് അവരെ നിർത്തിയേക്കുന്നത്. സോ എല്ലാം ചെയ്യുന്നുണ്ട് ഇവിടെ. ഈ വർക്കിങ്ങിന് കണ്ടിന്യൂസ് നടക്കണം. അപ്പം ഇവിടെ ഇപ്പം 70-നോ 30-നോ ഒരു ഡീലും ഇല്ലാഞ്ഞിട്ട് പോലും ഞങ്ങളുടെ 100% കമ്മിറ്റ്മെന്റ് ഞങ്ങൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താലും ഇത് തന്നെ ആയിരിക്കും ഉറപ്പായിട്ടും. എന്റെ ഒരു സജഷൻ പറയട്ടെ ആക്ച്വലി നിങ്ങളോട് കൂടെ പറയട്ടെ കേജ് ആൻഡ് ഷാജി പാപ്പൻ. അതായത് നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ വർക്കേഴ്സിന്റെ നമ്മുടെ കമ്പനിയുടെ പ്രോഫിറ്റിന്റെ 5% കൊടുത്തുകൂടാ? ശരിയാണ്. അപ്പൊ നിങ്ങളുടെ അത് യുവർ ചോയ്സ്. നിങ്ങളുടെ പ്രോഫിറ്റ് ചെയ്യുന്ന ഒരു 5% കൊടുത്തു. അതല്ല നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കേണ്ടത്. ഈ വർക്കേഴ്സ് എന്ന് പറയുന്ന ആൾക്കാര് ഇവിടെ ജോലി ചെയ്യുന്നവർക്ക് നിങ്ങൾ കൊടുക്കുമ്പോൾ, അതായത് നിങ്ങൾ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് നമ്മുടെ മുതലാളിമാരിൽ ഈ പറയുന്ന പോലെ മിസ്റ്റർ എക്സിലുള്ളവർ എന്ത് നല്ല മനുഷ്യരാണ്, അവരുടെ മനസ്സ് നമ്മൾ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ചു നോക്കിയേ നിങ്ങൾ. അവർ എടുക്കുന്ന പണിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രോഫിറ്റിൽ നിന്നും നിങ്ങൾ ആ 5% അവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുമ്പോ അവരുടെ മനസ്സിൽ വരുന്ന സന്തോഷം, അവർ എത്രത്തോളം ഇരട്ടി പണിയെടുക്കുന്നു ചിന്തിച്ചു നോക്കുക. അതായത് ഈ 1000 കോടി പ്രോഫിറ്റ് എന്നുള്ളത് ഒരു ശതമാനം. അപ്പൊ മിസ്റ്റർ എ പി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. മിസ്റ്റർ എക്സിന് ഒരു ഹൂജ് ടീമുണ്ട്. ഞങ്ങൾക്ക് ഇവർക്ക് സാലറീസും ബാക്കി ഫെസിലിറ്റീസ് ഒക്കെ ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യണം. ആക്ച്വലി അതെ, നിങ്ങൾ ഈ പറഞ്ഞത് തന്നെ 30% പ്രോഫിറ്റ് എന്ന് പറയുന്നത് തന്നെ കുറവാണ്. പക്ഷേ നിങ്ങൾക്ക് വലിയൊരു ഹ്യൂജ് ചങ്കിന്റെ 30% എന്ന് പറയുന്നത് അത് വലിയൊരു എമൗണ്ട് ആണ്. ഓൾമോസ്റ്റ് 90% നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം ഇതിൽ. നിങ്ങൾ പറഞ്ഞ 100 കഴിഞ്ഞ് ബാക്കി 700 കൈന്നിട്ടുമ്പോ അല്ല, അതും റീകോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടും. എന്തായാലും ഒരു 5000 CR അടുത്തോളം ഇപ്പൊ തന്നെ നിങ്ങൾ പറഞ്ഞ കൺസേൺസിൽ വരുന്നുണ്ട്.
തമാശകളല്ലേ ഇതൊക്കെ? സ്ഥലം അവര് തരുമല്ലോ, സ്ഥലം ഫാക്ടറി തരുന്നതുകൊണ്ട് നമുക്ക് അത്രയും ഫണ്ട് വേണ്ട. അതെ 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 അതെ, സ്ഥലവും ഇതും കൂടെ ചേർത്തുള്ള ഫണ്ടാണ് നമ്മൾ ഉദ്ദേശിച്ചത്. എന്തായാലും വണ്ടി ഓണാക്കി AC ഓണാക്കി ഇട്ടോ, എന്താ ആവശ്യം വരും. ഓക്കെ ഇല്ല, വെറുതെ ഒന്ന് സൂചിപ്പിച്ചതാണ്. മാസുണ്ണന്റെ കയ്യിൽ നല്ല രീതിയിൽ ഫണ്ടൊക്കെ ഉണ്ട്. പിന്നെ വെറുതെ ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, ആക്ച്വലി ഈ ഫണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എന്താണ് പറയാ, ഒരു ഓപ്പൺ ഫണ്ടിങ് പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഈ ഫണ്ട് നമുക്ക് കളക്ട് ആവാൻ നമുക്ക് ഉറപ്പാണ്. പക്ഷെ നമുക്ക് ഓപ്പൺ ഫണ്ടിങ്ങിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ ബന്ധങ്ങളാണ് നോക്കുന്നത്. മനസ്സിലായി കേസ്? നമുക്ക് ഇപ്പോൾ വേണ്ടത് മിസ്റ്റർ എക്സ് ആയിട്ടുള്ള നല്ലൊരു ബന്ധമാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഇതിൽ നിന്ന് നമ്മൾ വലിയ പ്രോഫിറ്റ് ഒന്നും ആഗ്രഹിച്ചിട്ടല്ല ഈ ഒരു ബിസിനസ്സിലോട്ട് വന്നത്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ 100% പ്രോഫിറ്റ് നമുക്ക് എടുക്കാം. ഓപ്പൺ ആയിട്ട് ഫണ്ടിങ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഫണ്ടിങ് നമുക്ക് വരും. ചിലപ്പോൾ ഈ പറഞ്ഞ 5,000 അല്ല 10,000 കോടി ചിലപ്പോൾ വരും. പക്ഷെ നമുക്ക് അതിലല്ല കാര്യം, നമുക്ക് ക്യാഷ് അല്ല വേണ്ടത്. നമുക്ക് ഈ 100% പ്രോഫിറ്റിനേക്കാളും കൂടുതൽ നമുക്ക് വേണ്ടത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യാൻ, നമ്മുടെ കൂടെ നിൽക്കുന്ന, നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ബന്ധങ്ങൾ. അതാണ് നമ്മൾ ഇതിൽ നിന്നും ഉദ്ദേശിക്കുന്നത്. അത് മിസ്റ്റർ എക്സ് പോലുള്ള നിങ്ങളെയാണ് നമ്മൾ ഇതിൽ പ്രതീക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് എന്തിനാ, വേറെ ഒരുപാട് ടീമുകളുണ്ടല്ലോ, അവരോട് നമ്മൾ ചോദിച്ചാൽ മതി. സിറ്റിയിൽ ഒരുപാട് ഫാമിലികൾ ഉണ്ടായിരുന്നു, പല ആൾക്കാരുണ്ടായിരുന്നു, നമുക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഗ്യാങ് ഉണ്ട്, കുറെ ആൾക്കാരുണ്ട്. പക്ഷെ എന്നിട്ടും വൈ മിസ്റ്റർ എക്സ് എന്ന് ചോദിച്ചതിൽ അതിനുള്ള മറുപടി ഞങ്ങൾക്ക് അതാണ് പറയാനുള്ളത്. സോ നിങ്ങളായിട്ടുള്ള പലപ്പോഴും കേജുമായിട്ടുള്ള കോൺവെർസേഷൻസ് ഞങ്ങളെ ഇംപ്രസ് ചെയ്തിട്ടുണ്ട്. സോ ഒരു ജെന്യൂനിറ്റി ഫീൽ ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് ഇത് തുറന്നു പറഞ്ഞത്. സോ നാളെ ഞങ്ങളല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ആള് ഇത് ഏറ്റെടുത്ത് നന്നായിട്ട് ചെയ്യും എന്ന് ഉറപ്പുള്ള ആൾക്കാരെല്ലാം നമ്മൾ പാർട്ട്ണർഷിപ്പിൽ വിളിച്ചിട്ട് കാര്യമുള്ളൂ. മാത്രമല്ല കേസ്, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ 5% വർക്കേഴ്സിന് കൊടുത്താലോ. അതായത് അത് വേറൊന്നും കൊണ്ടല്ല, ഈ പറയുന്ന ബന്ധം പോലത്തെ ഒരു സംഭവമാണ് ഞാൻ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്കതൊരു കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ നമുക്ക് നോക്കാം. അത് വയ്യ നോക്കാതെ. സർ ആസ് ആൻ എംപ്ലോയി, ഞാൻ മിസ്റ്റർ എക്സിന്റെ എംപ്ലോയി തന്നെയാണ്. സോ ലൈക്ക് സാറ് പറഞ്ഞ 5% പ്രോഫിറ്റ് ഇപ്പൊ എംപ്ലോയീസിന് കൊടുക്കണമെന്നില്ല. ഞങ്ങൾക്ക് ഇപ്പൊ വീക്കിലി ഞങ്ങൾക്ക് HR-ന്റെ ഭാഗത്തുനിന്നും മിസ്റ്റർ എക്സിന്റെ ഭാഗത്തുനിന്നും ബെസ്റ്റ് എംപ്ലോയിക്കുള്ള ഒരു അവാർഡ് ബോണസ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ വി ആർ ഹാപ്പി വിത്ത് ദാറ്റ്. സോ നിങ്ങളുടെ സ്റ്റാഫും അതേമാതിരി തന്നെ നിങ്ങൾ ഇതിപ്പോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുൽമണയിൽ പോപ്സിന് ഒരു മാസം എത്ര രൂപ ശമ്പളം കിട്ടുന്നുണ്ട്? എനിക്ക് ലൈക്ക് അത് ഡിപ്പെൻസ് ആണ് സാർ. ഏകദേശം എത്ര കിട്ടും? നമുക്ക് മിസ്റ്റർ എക്സ് ടീമിന്റെ സംശയം തീർത്തോട്ടെ പ്ലീസ്. ഒറ്റ സെക്കൻഡ്. അല്ല ഇപ്പൊ തീർത്തു കൊടുക്കാം. നമ്മള് എത്ര പറഞ്ഞത്, എത്ര അണ്ടിക്ക് എത്ര വില? ശല കശുവണ്ടിക്ക് 25. അല്ലല്ല സോറി, 20. ഓക്കെ ദെൻ കേജി, ഐ തിങ്ക് നമുക്ക് പാർട്ടി ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് നമ്മുടെ എഗ്രിമെന്റ് അന്ന് തന്നെ സൈൻ ചെയ്ത് ഐ തിങ്ക് ഒരു ഇത്ര % ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ അന്നത്തേക്ക് റീകോട്ട് ചെയ്തിട്ട് ടോട്ടൽ എത്ര റീകോട്ട് ചെയ്തിട്ട് ടോട്ടൽ എമൗണ്ട് നമ്മൾ എന്തായാലും അറിയിക്കാം. അതെ, നമുക്ക് അടുത്തൊരു സിറ്റിയിൽ നമുക്ക് അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട്. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അല്ല ആക്ച്വലി ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കാൻ പറ്റും, നിങ്ങൾ ഫ്രാഞ്ചൈസി പോലെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും? ഫ്രാഞ്ചൈസി ഞാൻ വെളിയിൽ കൊടുക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ബ്രാൻഡ് നെയിം ഉണ്ട്, ഒരു ബ്രാൻഡ് ക്വാളിറ്റി ഉണ്ട്. സോ അത് ഞാനായിട്ട് മുന്നിൽ നിന്ന് ഉണ്ടാക്കിയതാണ്. അത് വേറൊരാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് അവർക്ക് ഓക്കെ വേറൊരാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് അവർക്കത് കൊടുത്തിട്ട് അവരത് ചിലപ്പോൾ നാളെ അവിടെ ആ ഫ്രാഞ്ചൈസിയിൽ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആയിരിക്കും ചിലപ്പോൾ എന്റെ ബ്രാൻഡിന്റെ പേര് കളയുന്നത്. സോ അത് എനിക്ക് അതുപോലെ ഷാജി പറഞ്ഞായിരുന്നു നമ്മളുടെ കുറച്ച് എംപ്ലോയീസിന് ഇവിടെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ആരെങ്കിലും ഉറപ്പായിട്ടും ലൈക്ക് അത് നമുക്ക് ഉറപ്പായിട്ടും കൺസിഡർ ചെയ്യുന്നു. കാരണം നമ്മള് ഫാക്ടറി വൈഡർ ആക്കുമ്പോൾ ഓപ്പർച്യൂണിറ്റീസും വൈഡർ ആവുകയാണ്. നമ്മുടെ ടീം ഇടയ്ക്ക് ഇപ്പം റൊട്ടീൻ ചെക്കപ്പിന് വേണ്ടി വരിക, അല്ലെങ്കിൽ നമുക്കൊരു അക്സസ് ഉണ്ടായിരിക്കും. ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓഫീസ് റൂം നിങ്ങൾക്ക് ഉണ്ടാവും ആ ഫാക്ടറിയില്. ഞാൻ പറഞ്ഞില്ലേ, അതില് റൂം മാത്രമല്ല ഇവർക്ക് നമ്മൾ പറഞ്ഞില്ലേ നമ്മുടെ പാർട്ണർ എന്തൊക്കെ കൊടുക്കണമെന്ന്. കമ്പനിയിലെ ബിസിനസ് ഞാൻ പറഞ്ഞുതരാം കേസ്. അതായത് ഈ കമ്പനിയുടെ ട്രാൻസ്പോർട്ടേഷൻസ്, ഈ കമ്പനിയുടെ സ്റ്റാഫിങ്, ഈ കമ്പനിയുടെ എന്താണ് ഇമ്പോർട്ട് എക്സ്പോർട്ട്, ഈ കമ്പനിയുടെ പ്രൊഡക്ഷൻ, ഇതെല്ലാം മാനേജ് ചെയ്തോ നിങ്ങൾ, നോ ഇഷ്യൂസ്. അതിലെല്ലാം ബിസിനസിന്റെ ഒരു ഹെഡ് വേണമെന്നാണ് നമ്മുടെ തീരുമാനം. ഇത് പണിയോ നമ്മൾ പണിയെടുക്കണം.
നമ്മള് പണിയെടുത്തിട്ട് ഇവരെ പണി ബ്ലാക്ക് സാർ അവർക്ക് ആള് വേണം തന്നെ എല്ലാം കേൾക്കുന്നുണ്ട് ഓക്കെ ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്ന വാസമോൻ. എന്തോ എന്നെ വിളിച്ചോ? നമ്മള് പണ്ട് തൊട്ടേ എങ്ങനെയല്ല കൺമണി. അതെ 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 അതെ. ഇതൊക്കെ മിസ്റ്റേക്സിന്റെ ആരായിരുന്നു? അതെ അതെ ഇത് മിസ്റ്റർ എക്സിന്റെ കൊച്ചച്ഛൻ. ഇത് മൂത്ത കുഞ്ഞമ്മയുടെ മോൻ മിസ്റ്റർ എക്സിന്റെ. അവിടെ ചുമന്ന മുടി കണ്ടോ? ചുമന്ന മുടി ആ, ആ. അതാണ് മിസ്റ്റർ എക്സിന്റെ കൊച്ചുമോൻ. കൊച്ചുമോൻ അതെ ഇതല്ല ബാക്കിലെ ചുമന്ന മുടി കറുത്ത കോട്ട്. ഷാജി ബാബു അതെ ഷാജി ബാബു. എന്തൊക്കെ അറിയണേ ഇവർക്ക്. പുലിമടൽ പോപ്സ്. ഞാൻ നേരത്തെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം. അതെ ഏകദേശം പുലിമടൽ പോപ്സിന് എത്ര രൂപ പോയോ? ഇടയ്ക്ക് പോപ്സിന് അങ്ങനത്തെ ഡൗട്ട് ഒക്കെ വരും സാർ, അത് കാര്യമൊക്കെ വാസുണ്ണ പിന്നെ പപ്പായ്ക്ക് ഡൗട്ട് വല്ലാണ്ടോ? എന്ത് ഡൗട്ട് സാർ, നമ്മള് ബിസിനസ് ഗാഡി എല്ലാം അക്കൗണ്ട് വഴി തന്നെ അയക്കാം. അതെ അതെ, അത് ഇപ്പഴേ അങ്ങ് പറഞ്ഞ് ഡീലാക്കി. മിസ്റ്റർ അത് നമ്മൾ എഗ്രിമെന്റിൽ എഴുതുന്നു. എഗ്രിമെന്റ് അടുത്ത നാളെ എഗ്രിമെന്റ് ഞാൻ ഫോർവേഡ് ചെയ്ത് ഇപ്പൊ തരാം. നിങ്ങളുടെ ഈ ബിസിനസ് പ്രമിസസ് സെക്യൂർഡ് നാളെ തന്നെ എഗ്രിമെന്റ് ഫോർവേഡ് ചെയ്ത് തരാം. അപ്പൊ കൺമണി വായിച്ച് മിസ്റ്റർ നോക്കിയതിന് എക്സിന്റെ ശേഷം കൊടുത്താൽ സെക്യൂരിറ്റീസിനെ മതി. ഏൽപ്പിക്കാം. അപ്പൊ ഷെയർ മാറില്ലേ? ഇതിനൊക്കെ ആരാ ഈ ചാറ്റിലൊക്കെ കിടന്ന് നമ്മുടെ കമ്പനി ഇന്നലെ അതെ പറയണം. HR നിങ്ങളുടെ HR-ആയിട്ട് എന്തോ ഡിസ്കസ് ചെയ്യാണോ? നിങ്ങളുടെ HR പറഞ്ഞു. പറഞ്ഞോളൂ ഞാൻ ഇവിടെ ഉണ്ട്. കമോൺ പ്ലീസ് ആസ്ക്. അന്ന് നിങ്ങൾ മാറി ഞങ്ങൾ മാറി സംസാരിക്കും. മാറണോ? അതെ അതെ. അല്ല എല്ലാരും കൂടെ കേട്ട് ഡിസ്കസ് ക്ലിയർ നല്ലത്. വെറുതെ നിങ്ങളുടെ മുന്നിൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ട്രാൻസ്പെറന്റ് ആണ് വളരെ. ഇനിയിപ്പോ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ട്രാൻസ്ഫറിനായിട്ട് സംസാരിച്ചപ്പോ വൈ ഈ ഒരു കാര്യം മാത്രം എന്തിനാണ് മാറി അല്ല അവര് സംതിങ് HR എന്തൊക്കെയോ ഡൗട്ട്സ് HR സൈഡിലുള്ള ഞാൻ വേണത് മാത്രം തുറക്കരുത്. ഓക്കെ ഓക്കെ. എന്നെ പറ്റിച്ച് ഇതാക്കാൻ വേണ്ടി ഒരുപാട് പറഞ്ഞോ. മിസ്റ്റർ എക്സ് PA ആ ഫോട്ടോസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെക്ക് ചെയ്തിട്ടുണ്ട്, വെരിഫൈ ചെയ്തിട്ടുണ്ട്. മോഹൻലാൽ PM ആൻഡ് വാസന്റെ കേക്ക് പിന്നെ ഗാന്ധിജി ഉണ്ട്. ഇവരെല്ലാരും നിങ്ങളുടെ കാശുകളുടെ യൂസ് ചെയ്യുന്നുണ്ട്. അതെ 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 ഇവരെല്ലാം നമ്മുടെ ക്യാഷ് സെലിബ്രിറ്റീസ് എല്ലാം ഒരു കാര്യം ചെയ്തല്ലോ ഇവിടെ. മെയിൻ ആയിട്ട് നോക്കുന്നത്. പിന്നല്ലാതെ പിന്നെ അതെ അപ്പൊ പിന്നെ നരേന്ദ്രമോദി സാറിന്റെ ഓഫീസിൽ അല്ല നിന്ന് മിസ്റ്റർ വാസു അല്ല വാസു നിങ്ങളുടെ സൈഡിൽ ഒരു കൺസേൺ പറഞ്ഞില്ലേ? ഇപ്പം ഇവിടെ വർക്ക് ചെയ്യുന്ന ലേബേഴ്സ് അല്ലെങ്കിൽ എംപ്ലോയീസിന് ഒരു ഇത്ര പെർസെന്റേജ് കൊടുക്കാന്നുള്ളത്. ആക്ച്വലി നമ്മളൊരു 60-40 ഉറപ്പിക്കുകയാണെങ്കിൽ നമുക്കൊരു 10% അല്ലെങ്കിൽ 5% അവർക്കൊരു നമ്മൾക്ക് കൊടുക്കാൻ പറ്റും. ഇല്ല അത് 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 ഞങ്ങൾ ഓൾറെഡി നിങ്ങളിപ്പോ പോയ സമയത്ത് ഞങ്ങൾ ഓൾറെഡി അതിനെ പറ്റി സംസാരിക്കുമായിരുന്നു. അതായത് ഇപ്പൊ ആക്ച്വലി ഞങ്ങൾ ഈ വളരെ റീസെന്റ് ഇവരുടെ സാലറി ഹൈക്ക് ഇപ്പൊ ചെയ്തതേ ഉള്ളൂ. ഇപ്പൊ ആക്ച്വലി ഇവിടുത്തെ എല്ലാ എംപ്ലോയീസും അവരവരുടെ സാലറിയിൽ ഭയങ്കര കോൺഫിഡന്റ് ആണ്. അല്ല ലൈക്ക് തൃപ്തരാണ്, വളരെ തൃപ്തരാണ്. എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. സോ നമ്മുടെ എക്സ്പാൻഷനൊക്കെ കഴിഞ്ഞ് ഫ്യൂച്ചറിലേക്ക് നമുക്ക് എപ്പോഴെങ്കിലും ആ പ്രോഫിറ്റ് ഷെയർ എന്നുള്ള രീതിയിലോട്ട് പോകാം. നമുക്ക് 70-30 തന്നെയാണ് ഐഡിയൽ ആയിട്ടുള്ളത്. ഇത് ഞാനത് പറയാനുള്ള സജഷൻ വേറൊന്നും കൊണ്ടല്ല. ഓൾവേസ് ഹാപ്പി വർക്കേഴ്സ് ഈസ് ഈക്വൽ ടു മോർ പ്രോഫിറ്റ്. നമ്മുടെ ജോലിക്കാർ സന്തോഷമായി ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് കമ്പനിക്ക് വേണ്ടി പണിയെടുക്കാൻ അവർ പറയണെന്ന് പറഞ്ഞാൽ ഇപ്പൊ 60-40 നമ്മൾ ആക്കിയിട്ട് മറ്റേ അവർക്ക് അത് കൊടുക്കാം. വാസവനെ നമുക്ക് ഈ വർക്കേഴ്സിന് പ്രോഫിറ്റ് ഷെയർ കൊടുക്കുന്ന ഫ്യൂച്ചറിലെ കാര്യമല്ല. നമുക്ക് ഫ്യൂച്ചർ സംസാരിക്കാൻ എന്നോട് പറഞ്ഞ വർക്കേഴ്സ് ആണ് നമ്മുടെ എല്ലാം. അതെ നമ്മുടെ വർക്കേഴ്സ് ആണ് എല്ലാം. പക്ഷേ ഇപ്പം ആ ഡീൽ സംസാരിക്കാൻ ഈ ഒരു ഡീല് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ വർക്കേഴ്സിനുള്ള ഷെയർ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു 5% വർക്കേഴ്സ് ഇട്ടിട്ട് അത് കുഴപ്പമില്ല. എനിക്ക് ഇവിടെയുള്ള കുറച്ച് കള്ളന്മാരെ സംശയമുണ്ട് വാസവനെ. 1.5 മാസം മുമ്പാണ് നമ്മളെ സാലറി ഹൈക്ക് ചെയ്തത്. അതും 27% സാലറി ഹൈക്കിന്. അവരുടെ സാലറിയിൽ നിന്ന് 27% സാലറി ഞാൻ ഹൈക്കാക്കി കൊടുത്തിരിക്കുന്നത്. സോ അവരതിൽ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ആൻഡ് വളരെ നല്ലൊരു വർക്കിംഗ് എൻവയോൺമെന്റ് ആണ് അവർക്ക് ഇപ്പോൾ ഉള്ളത്. ആൻഡ് അവർ നല്ല സാറ്റിസ്ഫൈഡ് ആണ്. ഒരു പ്രശ്നവും ഇല്ല ഇപ്പൊ. വർക്കേഴ്സിന് യൂണിയൻ അങ്ങനെയൊക്കെ ഉണ്ടോ? ഇല്ല ഇവിടെ യൂണിയൻ തുടങ്ങേണ്ട ആവശ്യമില്ല. ലൈക്ക് ഐ എം ആക്ടിങ് ലൈക്ക് എ ബ്രദർ. ദെൻ വൈ ദേ വാണ്ട് എ യൂണിയൻ ഹിയർ ബ്രോ? അതിന്റെ ഒരു ആവശ്യമുള്ളതായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല. 1 ലക്ഷം രൂപയാണ്. ആക്ച്വലി നിങ്ങൾക്ക് ഇവിടുത്തെ എംപ്ലോയീസ് ആയിട്ട് നമ്മുടെ ടീമിന് മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ പോസിബിൾ ആണോ? എന്തോ
ഇവിടുത്തെ നിങ്ങളുടെ എംപ്ലോയീസിനുമായിട്ട് നമ്മുടെ ടീമിന് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാൻ പോസിബിൾ ആണ്? അല്ലല്ല ഇപ്പൊ അവര് ഡിസ്റ്റർബ് ചെയ്യുന്നതിനോട് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. ലൈക്ക് കാരണം ഞങ്ങൾക്ക് ഇന്ന് ടാർഗറ്റ് ഉണ്ട്. ഇന്ന് വൈകുന്നേരം വിയറ്റ്നാമിലേക്ക് എനിക്ക് 7 ലോഡാണ് അയക്കേണ്ടത്. ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞതാണ്. അവര് പുതിയ അവിടെ എന്തോ ഒരു കാഷ്യൂ നട്ട് ഷേക്ക് മറ്റേ പറയുന്ന ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ വൈറലാക്കാനുള്ള പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇന്ന് 7 ലോഡാണ്. വൈറലാക്കാനല്ല, വൈറലാക്കാൻ. ഈ നമ്മൾ ദുബായിലൊക്കെ കണ്ടിട്ടില്ലേ മറ്റേ പിസ്തയൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ഷേക്ക് ഒക്കെ, അതുപോലെ കാഷ്യൂ നട്ട് വെച്ചുള്ള ഒരു ഷേക്ക് ഉണ്ട്. അത് വിയറ്റ്നാമിലാണ് ശരിക്കും പറഞ്ഞാൽ അവരാണ് അതിന്റെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇന്ന് 7 ലോഡാണ് അവിടെ അയക്കാനുള്ളത്. അപ്പൊ ഇപ്പൊ നിങ്ങൾ അവരെ ആക്ച്വലി മിസ്റ്റർ വാസു, ഈ കാഷ്യൂ എന്ന് പറയുന്ന ഓവർഡോസ് ആയി കഴിഞ്ഞാൽ അതൊരു പോയിസൺ അല്ലെങ്കിൽ ആ ഒരു രീതിയിലെത്തില്ലേ? ഓവർഡോസ് ആവൂല ഒരിക്കലും. ഇത് ഓവർഡോസ് ആവുന്ന രീതിയിലല്ലോ. ഐ തിങ്ക് സോ. കാഷ്യൂ ഒരു എന്റെ പൊന്നു സഹോദര, അധികമായ അമൃതും വിഷമാണ്. അധികമായാൽ അമൃതും വിഷമാണ്. ഇത് നമ്മള് ഇപ്പൊ ഞാൻ എക്സാമ്പിള് രാവിലെ എണ്ണീറ്റ് ചപ്പാത്തിയുടെ കൂടെ 2 അണ്ടിപ്പരിപ്പ്, അങ്ങനെയല്ലല്ലോ നമ്മൾ കഴിക്കണേ. അല്ലാതെ ചപ്പാത്തിയുടെ ചോറിന്റെ കൂടെ അണ്ടിപ്പരിപ്പ്, ഇങ്ങനെയല്ലല്ലോ അണ്ടിപ്പരിപ്പ് കഴിക്കണേ. അണ്ടിപ്പരിപ്പ് കഴിക്കുന്നതിന് ഒരു രീതിയുണ്ട്. ആ സമയത്താണ് കഴിക്കണേ. പിന്നെ നമ്മൾ ഒരു വീട്ടിൽ ഒരു അണ്ടിപ്പരിപ്പ് മേടിക്കുവാണെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് 3/4 കിലോ അണ്ടിപ്പരിപ്പ് തിന്നുന്നവരെ എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ തിന്നുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എല്ലാവരും എല്ലാവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വളരെ ലിമിറ്റഡ് ആയിട്ടാണ് കഴിക്കണേ. സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഇത്രേ ഉള്ളൂ. മദ്യം വിഷമാണെന്ന് എല്ലാവർക്കും അറിയാം. എന്ന് പറഞ്ഞ് കുടിക്കാതിരിക്കുന്നുണ്ടോ? അതെ, മദ്യത്തിനെ കുറിച്ച് നമുക്ക് ഇവിടെ സംസാരിക്കണ്ട. മദ്യം പ്രശ്നം അതേപോലല്ലേ ഉള്ളൂ നമ്മുടെ പാവം കാഷ്യൂ നട്ട്. ആക്ച്വലി നിങ്ങൾ ഫെനിയുടെ ഒരു സംഭവം പറഞ്ഞില്ലായിരുന്നു? അതിന്റെ കമ്പനി അത് നമ്മുടെ ഇതിനകത്ത് തന്നെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ പുതിയതായിട്ട് വരുന്ന ഫാക്ടറിയിൽ തന്നെ അത് പ്രോസസിങ് ചെയ്യാനുള്ള പരിപാടിയും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. ആക്ച്വലി കേജിന് അതില് എനിക്ക് തോന്നുന്നു അതിന്റെ പ്രോസസിങ് എങ്ങനെയാണെന്ന് കേജിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കേജിന് കുറച്ചുകൂടെ എളുപ്പം മനസ്സിലാവാൻ തോന്നുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് കേജ് നല്ല നാടൻ കാശുവണ്ടി പറിച്ചോണ്ട് വന്നിട്ട് സാധാരണ എല്ലായിടത്തും ചവിട്ടി പിഴിയൊക്കെ ചെയ്യണം. പക്ഷെ നമ്മൾ ഇടിച്ച് പിഴിഞ്ഞ് അതിൽ നിന്ന് ചാറെടുത്ത് ഇങ്ങനെ വാറ്റി തുള്ളിയായിട്ട് ഓരോ കുപ്പിയിൽ ഇങ്ങനെ ഡോട്ടായിട്ട് വീണ് ആ കുപ്പി ഇങ്ങനെ നിറഞ്ഞ് ഇളം ചൂടോടെ ഇങ്ങനെ ഗ്ലാസ്സിലൊഴിച്ച് അടി വെള്ളം പോലും ഒഴിക്കാതെ കാശ് കൊടുത്തിട്ട് പോവാ. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഞങ്ങള് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് അറിയിക്കാം. നമുക്ക് പാർട്ടി ഡേറ്റ് ആൻഡ് പ്ലേസ് ഫിക്സ് ചെയ്തിട്ട് അറിയിക്കാം. ഞാൻ പറഞ്ഞു ഒരു സിപ്പ് അങ്ങോട്ട് എടുത്തിട്ട് അതിന്റെ കൂടെ സൈഡായിട്ട് നമ്മുടെ റോസ്റ്റഡ് കാഷ്യൂ നട്ടും കൂടെ. മാത്രമല്ല നമ്മുടെ പുതിയൊരു റെസിപ്പി വരുന്നുണ്ട്. ഈ പെനിക്കകത്ത് കരിക്ക് മിക്സ് ചെയ്തത്. ഞാൻ പറഞ്ഞെന്ന് പറയണ്ട, കേജ് കുറച്ച് ആൽക്കഹോളിക്കാണ്. പിന്നെ നമ്മുടെ ആളല്ലേ ഇതൊക്കെ നമുക്കറിയാം. യൂസ് ചെയ്യാറില്ല എന്ന് പറയുക. ഇല്ല, ഞാൻ യൂസ് ചെയ്യാറില്ല. അത് നമുക്ക് ആലോചിക്കേണ്ടിരിക്കുന്നു. അത് നമുക്ക് പിന്നീട് ആലോചിക്കാം. ഫോട്ടോ നമ്മുടെ കനീനെ പറ്റി പിന്നെ പറഞ്ഞു കൊടുക്കാം. കേജിന് ആക്ച്വലി വി കാൻ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. മൊത്തത്തിൽ വിളിക്കതാണ്. ഇല്ല കൺമണി കുഴപ്പമില്ല. പിന്നെ പിന്നെ ചോദിക്കാം. അപ്പൊ ആക്ച്വലി നമ്മുടെ ടീം നമ്മുടെ HR നിങ്ങളെ കോണ്ടാക്ട് ചെയ്തു. HR നമ്പർ വാങ്ങിച്ചിട്ടില്ലേ? HR പോയാ? HR മാനേജറായിട്ട് ആക്ച്വലി HR കോണ്ടാക്ട് ചെയ്തോളാം. നിങ്ങൾ എന്നായിരിക്കും ഫ്രീ? നിങ്ങൾ എന്തെങ്കിലും ബിസി ആയിരിക്കുമോ? ഇല്ല ഞങ്ങൾ കഴിഞ്ഞ 2 ദിവസം ഉണ്ടാവൂല. നാളെ മറ്റന്നാളോട് കഴിഞ്ഞ 2 ദിവസം ഞങ്ങൾ ഉണ്ടാവില്ല സിറ്റിയിൽ. കാരണം ഞങ്ങൾ പറഞ്ഞില്ലേ ഈ വിയറ്റ്നാമിൽ 7 ലോഡ് അയക്കുന്നുണ്ടെന്ന്. സോ വിയറ്റ്നാമില് ഞങ്ങൾക്ക് അവരുടെ അടുത്ത് ഒന്ന് പോയിട്ട് നേരിട്ട് കുറച്ച് കാര്യങ്ങൾ ഇതാക്കാനുണ്ട്. സോ 2 ദിവസം ഞങ്ങളെല്ലാം വിയറ്റ്നാമിലായിരിക്കും. വിയറ്റ്നാം, UK, യൂറോപ്പ്, അമേരിക്ക അങ്ങനെ ഒരു ഫുൾ ഒരു ടൂർ പോകേണ്ടിരിക്കും അല്ലേ? അതെ. ദെൻ ഞങ്ങൾ ഓഫീസിൽ ചെന്നിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് ഡേറ്റ് ആൻഡ് ടൈം ഫിക്സ് ചെയ്തിട്ട് അറിയിക്കാം. ഓക്കെ അറിയിച്ചാൽ മതി. അപ്പൊ താങ്ക് യു സോ മച്ച് ഗൈസ്. താങ്ക് യു സോ മച്ച് കമ്മിങ്. താങ്ക് യു സോ മച്ച് ഓഫ് ദ ടൈം. എല്ലാവരും വന്നതിൽ ഒരുപാട് സന്തോഷം. അസിസ്റ്റന്റ് HR ഒന്നും അറിയില്ല എന്നൊക്കെയാണല്ലോ പറയുന്നത്. ഇന്നവരെ പിരിച്ചു പിടിച്ചാണെന്ന് അസമനെ ഈ പൈസ കൊടുത്തിട്ട് പഠിക്കാൻ ആളെ വെച്ചിട്ട് അവർക്ക് അറിയത്തില്ലെന്ന് പണിയൊന്നും. എന്താണ് ബ്ലാക്ക് അറിയാത്തത്? അവർക്ക് ചോദിക്കും. അവിടെ എത്ര എംപ്ലോയി കൗണ്ട് ഉണ്ടെന്ന് ചോദിച്ചിട്ട് പോലും എത്രയെന്ന് അറിയില്ല. അതിന് വേറെ ആളെ വിളിച്ച് ചോദിക്കണം. ബ്ലാക്ക്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ബ്ലാക്ക്. ഒരു കമ്പനിയില് 100 പേരെ ജോലിക്കുണ്ടെങ്കിൽ ചിലപ്പോ 10 പേര് ലീവ് എടുക്കത്തില്ലേ?
അപ്പൊ അവിടെ എത്ര പേരുണ്ടത് കറക്റ്റ് ആയിട്ട് ചോദിച്ചാൽ അവരെങ്ങനെ പറയാനാ എന്നെ നോക്കേണ്ടി വരത്തില്ലേ? അത് കുഴപ്പമില്ല, പക്ഷെ ടോട്ടൽ എംപ്ലോയീസ് എത്ര പേര് വാസുവിനെ എനിക്ക് തരരുത്, ഞാൻ തരാം. അറിയാൻ പറ്റൂലേ? നോ പ്രോബ്ലം. വരും ബ്ലാക്ക്. ഓക്കെ ബൈ ബൈ. ബൈ ബൈ. ഇടയ്ക്കൊക്കെ